ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോണതേ ഹെമ്മിങ് സ്റ്റിച്ച് നമ്മൾ 4 തരത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പമായ രീതിയാണ്. അപ്പോൾ അത് കുറേ കൂട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യവും ചില കൂട്ടുകാർക്ക് ചെയ്യാൻ തീരെ അറിയാത്തവരുണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മളിടുന്ന ചുരിദാറായാലും ബ്ലൗസായാലും വേറെയുള്ള ഡ്രസ്സുകളൊക്കെ ആയാലും നമുക്കെല്ലാതും മെഷീനിൽ തന്നെ വെച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ ചുരിദാറിൻ്റെ ആയാലും ബ്ലൗസിൻ്റെ ആയാലും നമ്മൾ കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ലൂസായിട്ടുള്ള സ്റ്റിച്ചാണ് ആവശ്യം. അപ്പോൾ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കണം. അപ്പോൾ അതിന് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ എന്തായാലും പഠിച്ച് വെച്ചത് തന്നെ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ടേ നമുക്ക് ഏതെങ്കിലും ഒരു സൂചി എടുക്കാം കേട്ടോ. സൂചിയുടെ ഹോള് കുറച്ച് വലിപ്പമുള്ളത് എടുക്കുക. എപ്പോഴും നമുക്ക് ഒരു നൂലൊന്ന് കോർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ തുണിയുടെ അതേ കളറല്ല കേട്ടോ നൂലെടുത്തിട്ടുള്ളത്, വേറൊരു കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏത് കളറ് തുണിയിലാണോ നമ്മൾ തുന്നുന്നതെന്നുണ്ടെങ്കിൽ അതേ കളറ് നൂലെടുക്കാൻ നോക്കാം. അപ്പം നമ്മുടെ നൂല് ഇതേപോലെ കോർത്തെടുക്കാം കേട്ടോ. ആ ഒരു തെറ്റി വെച്ച് കോർത്തിട്ട് ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് എടുക്കുക. അപ്പം നമുക്ക് എത്ര നീളത്തിലാണോ നൂല് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു നീളത്തിൽ നൂലെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2-3 വട്ടം ഒന്ന് കയ്യിൽ വെച്ച് തിരിച്ച് കെട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കെട്ട് തീരെ അഴിഞ്ഞു പോരാതെ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ തുന്നാനായിട്ട് എടുക്കുമ്പോഴേ ഒരുപാട് നീളം കൂട്ടിയിട്ട് നൂല് എടുക്കരുത് കേട്ടോ. നൂലെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഹെമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കെട്ട് പിണഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ അഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നൂല് പൊട്ടിച്ചിട്ട് നമ്മൾ വീണ്ടും കോർക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ കുറച്ചളവിൽ നൂലെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് കെട്ടിടുക. അതിനുശേഷം നമ്മൾ വീണ്ടും നൂല് കോർത്ത് വീണ്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു തുണിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്ത് അതിൻ്റെ ആ ഒരു കെട്ടുണ്ടല്ലോ, ആ ഒരു കെട്ടിനെ നമുക്കിതുപോലെ തുണിയുടെ ഉൾഭാഗത്തേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നീട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് കോർത്ത് കെട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഹെമ്മിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് തീരെ അഴിഞ്ഞു പോരില്ല കേട്ടോ. നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും നമുക്ക് കിട്ടും. ആദ്യം ഇതേപോലെ ഒരു വട്ടം കുത്തിങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ ഇതേ രീതിക്ക് തന്നെ നമുക്ക് എവിടം വരെയാണോ ചെയ്തെടുക്കാനുള്ളത് അവിടം വരെ ഇതേപോലെ കോർത്തെടുക്കുക കേട്ടോ. ഈ ഹെമ്മിങ് ചെയ്യണതേ കുറച്ച് സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഈ ഒരു കോർത്തിട്ടുണ്ടല്ലോ അത് ഓരോ വട്ടം കോർത്ത് സൂചി മുഴുവനായി നൂലടക്കം നമ്മൾ വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ വലിക്കാതെ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ 2-3 വട്ടം ഇങ്ങനെ അടുപ്പിച്ച് കോർക്കുക. കോർത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സൂചിമെന്ന് നൂലിങ്ങനെ മുഴുവനായിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല സ്പീഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ലൈനിങ് വെച്ചിട്ടുള്ള നമ്മുടെ ബ്ലൗസിലും ചുരിദാറിൻ്റെ കഴുത്ത് അതിലൊക്കെ ഞാൻ ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ നൂല് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ തുന്നിയെടുക്കാറ്. ഇതുപോലെ തുന്നി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ബാക്കിലേക്ക് ഒരുപാട് നൂലൊന്നും കാണില്ല കേട്ടോ. ചെറിയ രീതിയിൽ തന്നെയുള്ള നൂല് തന്നെയാണ് കാണാം. അപ്പം നമുക്ക് എത്രയാണോ ആവശ്യത്തിന് തുന്നിയെടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഇതുപോലെ 2-3 വട്ടം തുന്നി ഒന്ന് ആ നൂലിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ വലിച്ച് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള നൂലിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്ത് കാണിക്കാൻ പോണതേ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൻ്റെ കഴുത്തിലും അതുപോലെ എൻ്റെ കയ്യിലൊക്കെ നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പം അതിന് നൂല് ഞാൻ എടുക്കുമ്പോഴേ ഇതേപോലെ നമ്മുടെ സൂചിയിൽ നൂല് കോർത്തിട്ട് നൂല് മുഴുവനായിട്ട് 2 മടക്കായിട്ട് എടുക്കില്ല കേട്ടോ. സൂചിയുടെ കുറച്ച് ഭാഗം വരെയാണ് ആ 2 മടക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എത്ര നീളത്തിലാണോ നൂല് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒറ്റ നൂലാണേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ നൂലിൻ്റെ അവസാന ഭാഗത്ത് ഇതേ രീതിക്ക് തന്നെ നമ്മൾ കെട്ടിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ലൈനിങ് വെക്കാതെ തയ്ച്ചിട്ടുള്ള ഡ്രസ്സിലെ ഇതുപോലെ ഒറ്റ ലെയർ ഇട്ടിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശത്തേക്ക് തീരെ ഒരു നൂല് കാണില്ല കേട്ടോ.
ചീത്ത വശത്തായാലും ആ ഒരു നൈസായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചും കൂടി നല്ല സ്പീഡിൽ ഹെമ്മിങ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒറ്റ ലെയറായിട്ട് നൂലെടുക്കുകയാണെങ്കിൽ പറ്റും കേട്ടോ. ഹെമ്മിങ് ചെയ്യുമ്പോഴേ ശരിയാവാത്ത കൂട്ടുകാരുണ്ടെങ്കിലേ നമ്മുടെ തുണി പിടിക്കുന്നത് ചിലപ്പോൾ കറക്റ്റാവാതെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൈ വെച്ചിരിക്കുന്നത് കണ്ടോ, 2 വിരലിൻ്റെ ഇടഭാഗം കണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്തായിരിക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ നടുവിരൽ വരേണ്ടത്. അപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ച് തുന്നി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തുന്നി എടുക്കുമ്പോഴേ അത് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കൈവിരൽ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഭാഗം ചുളിവൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് കെട്ടിടുക. അതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള സൂചി നൂല് മാറ്റി വെക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, അതായത് നല്ല വശത്തേക്ക് ചെറിയ രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ തന്നെയാണ് നൂല് എടുക്കണമെന്നുണ്ടെങ്കിൽ തീരെ നമുക്ക് ആ ഒരു ഭാഗത്ത് നൂല് അങ്ങനെ കാണില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണതേ നമുക്ക് ലോക്ക് ഇട്ടിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിന് നമ്മളിതേ 2 മടക്കായിട്ട് തന്നെയാണ് നൂലെടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ നൂലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സൂചീനെ ഇതേപോലെ കുത്തി പകുതി വയ്ക്കുക. പിന്നെ ആ ഒരു നൂലിനെ സൂചിയുടെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് വലിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ താഴ്ഭാഗത്ത് നിന്നിട്ട് സൂചി പകുതി കുത്തി വയ്ക്കാം. പിന്നെ ആ ഒരു നൂല് നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെ സൂചിയുടെ ഒന്നില്ലെങ്കിൽ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ വളച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു നൂലിനെ വലിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമ്മളിത് പെട്ടെന്ന് അഴിഞ്ഞൊന്നും വരില്ല കേട്ടോ. സാധാരണ നമ്മൾ ഹെമ്മിങ് ചെയ്യണതാണെങ്കിൽ ആദ്യം നമ്മൾ കെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് വിടിയിപ്പിച്ച് കഴിഞ്ഞാൽ മൊത്തം നൂലിനെ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മൊത്തമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ അഴിഞ്ഞു പോരില്ല. നമ്മൾ പൊട്ടി പോവുകയാണെങ്കിൽ തന്നെയായാലും വലിച്ചാൽ വരില്ല കേട്ടോ. മൊത്തം ഇടഭാഗത്ത് മുഴുവനും കെട്ടായ കാരണം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുക്കുന്ന സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അത് നമ്മൾ ചെയ്തെടുത്താലേ അതിൻ്റെ ചീത്ത വശത്തായാലും നല്ല വശത്തായാലും നൂലധികം കാണില്ല. അപ്പം അതിൻ്റെ ഉൾഭാഗത്തു കൂടെ ആയിരിക്കും കേട്ടോ ആ ഒരു നൂല് മൊത്തമായിട്ടുള്ളത് പോവുക. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതുപോലെ കെട്ടിട്ട് എടുക്കാം കേട്ടോ ആദ്യത്തെ ഭാഗം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗം, അതിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുത്തിയിട്ട് ആ ഭാഗത്ത് തന്നെ ഇതുപോലെ ഒന്ന് പൊന്തിച്ചെടുക്കുക കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഏത് ഭാഗത്തേക്കാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നേരെ തന്നെ ഇതുപോലെ കുത്തി അവിടെ തന്നെ പൊന്തിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തുടർന്ന് നമുക്ക് എത്രയോ ഭാഗം വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവനും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തേക്ക് മൊത്തമായിട്ട് സൂചി ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ മടക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു മടക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സൂചി പോകുന്നത്. ഇതുപോലെ തുന്നുമ്പോഴേ ആ ഒരു സൂചി പോടാനനുസരിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള നൂലും അതിൻ്റെ ഉൾവശത്തു കൂടെ പോകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തുന്നിയ ഭാഗത്ത് തന്നെ കണ്ടില്ലേ, ചെറിയൊരു ഡോട്ട് പോലെയാണ് കേട്ടോ നമുക്ക് ആ ഒരു നൂല് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗത്തും ഇതേപോലെ തന്നെ ചെറിയൊരു ഡോട്ട് മാത്രമേ നമുക്ക് ആ ഒരു നൂല് കാണുള്ളൂ. വേറെ കളറ് നൂല് വെച്ചിട്ട് നമ്മൾ ചെയ്ത കാരണമാണ് കേട്ടോ ഇത്രയ്ക്കും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിം കളർ നൂലെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് പോലും നമുക്കത് കാണില്ല. അപ്പോൾ എപ്പോഴും ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കളർ തന്നെ കേട്ടോ. അപ്പോൾ ബ്ലൗസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ കളർ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. മെഷീനിൽ സ്റ്റിച്ച് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതും കൂടി നമുക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്.
ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാറുള്ള 4 ഹെമ്മിങ് സ്റ്റിച്ചുകളാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രത്തോളം ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.